നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഭരണഘടനയുടെ ചില സവിശേഷ സ്വഭാവങ്ങൾ അഥവാ സലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്ലാസ്സുകളായി. നമ്മൾ അവസാനമായിട്ടൊരു 13ഓളം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ഇനി 14ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവമാണ് സ്വതന്ത്ര സ്ഥാപനങ്ങൾ അഥവാ ഇൻഡിപെൻഡന്റ് ബോഡീസ് എന്ന് പറയും. സ്വതന്ത്ര സ്ഥാപനങ്ങൾ അഥവാ ഇൻഡിപെൻഡന്റ് ബോഡീസ്. ഇന്ത്യയിൽ ചില സ്വതന്ത്രമായി, അതായത് ഭരണകൂടത്തിന് വലിയ കൈകടത്തലുകൾ നടത്താൻ കഴിയാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, CAG അതായത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് PSCകളെല്ലാം ഇതിന് ഉദാഹരണമാണ്. എന്തെല്ലാമാണ്? ഇലക്ഷൻ കമ്മീഷൻ, CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, യൂണിയൻ PSC, സ്റ്റേറ്റ് PSCകളെല്ലാം ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവ സ്വതന്ത്ര സ്ഥാപനങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവ സ്വതന്ത്ര സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്? ഒന്നാമത്തെ കാരണം, ഇവ സ്വതന്ത്ര സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനുള്ള ഒന്നാമത്തെ കാരണം, ഇവർക്ക് എല്ലാവർക്കും ഒരു സേവന കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ചെയർമാനോ ആരുമായിക്കോട്ടെ ഇവരുടെ സേവനങ്ങൾക്ക് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സേവന ഉപാധികളുണ്ട്. എത്തരത്തിലുള്ള സേവനങ്ങളാണ് നൽകുന്നത് എന്നുള്ള ഒരു സേവന ഉപാധികൾ ഭരണഘടന മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം സ്വതന്ത്ര സ്ഥാപനങ്ങളാണ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം സേവന കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. സേവന കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് സേവന ഉപാധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മൂന്നാമത്തെ എല്ലാ ചിലവുകളും വഹിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് ഇവയെല്ലാം സ്വതന്ത്രമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ്, അതായത് ഇന്ത്യയിലെ സ്വതന്ത്ര സ്ഥാപനങ്ങൾ അഥവാ ഇൻഡിപെൻഡന്റ് ബോഡീസ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 14ാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭരണഘടനയുടെ 15ാമത്തെ സവിശേഷ സ്വഭാവമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സാഹചര്യം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ആശയം സ്വീകരിച്ചിരിക്കുന്നത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ വെയ്മർ ഭരണഘടന. ഇതിൽ നിന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുമെന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ചില പ്രത്യേക അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. ചില അടിയന്തര സാഹചര്യങ്ങൾ
എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്, കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രസിഡന്റ് എന്ത് പ്രഖ്യാപിക്കുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ പറയുന്ന അടിയന്തര സാഹചര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ രാജ്യത്തിന്റെ പരമാധികാരം, അധികാരം, സുരക്ഷ, ഭരണഘടന, രാഷ്ട്രീയ ജനാധിപത്യം, ഐക്യം, ഇവയെല്ലാം എന്തെങ്കിലും ഭീഷണി നേരിടുമ്പോൾ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി പ്രഖ്യാപിക്കുന്നതിനായിട്ട് കഴിയും. എന്തെല്ലാമാണ്? നമ്മളുടെ ഐക്യം, രാജ്യത്തിന്റെ സുരക്ഷ, ഭരണഘടന, രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനം, പരമാധികാരം എന്നിവ ഭീഷണി നേരിടുന്ന പക്ഷം എന്ത് ചെയ്യാൻ കഴിയും? ഇതെല്ലാമാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും? പ്രസിഡന്റിന് നമ്മളുടെ നാട്ടിൽ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയും. നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വഭാവം എന്താണ്? ഒരു ഫെഡറൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആ ഫെഡറൽ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി മാറിയിട്ട് എന്തായി മാറും? ഇന്ത്യ രാജ്യം എന്നുള്ളത് യൂണിറ്ററി സ്വഭാവമായിട്ട് മാറും. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഫെഡറൽ സ്വഭാവങ്ങൾ യൂണിറ്ററി സ്വഭാവങ്ങളായി മാറും. പൂർണ്ണമായി യൂണിറ്ററി സ്വഭാവമായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് അടിയന്തരാവസ്ഥയുടെ തുടക്കമായിട്ട് പറയാനുള്ളത്. ഇനി എന്താണ്? 3 രീതിയിലുള്ള അടിയന്തരാവസ്ഥകൾ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നതിനായിട്ട് കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഏതൊക്കെയാണ് ആ 3 തരം അടിയന്തരാവസ്ഥകൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ 3 തരത്തിലാണ് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നാഷണൽ എമർജൻസി എന്ന് പറയും. ഒന്നാമത്തെ എന്താണ്? നാഷണൽ എമർജൻസി. രണ്ടാമത്തേത് എന്താണ്? പ്രസിഡൻഷ്യൽ റൂൾ. പിന്നെ എന്താണ്? മൂന്നാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അങ്ങനെ 3 രീതിയിലാണ് എന്തെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ്. ദേശീയ അടിയന്തരാവസ്ഥ, രണ്ടാമത്തേത് സംസ്ഥാന അടിയന്തരാവസ്ഥ, മൂന്നാമത്തേത് എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 352 ആണ് എന്തെന്നതിനെ കുറിച്ച് പറയുന്നത്? ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുന്നത്? ആരാണ് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും പ്രസിഡന്റ് ആണ്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനായിട്ടുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? നോക്കാം. യുദ്ധം, പിന്നെന്താണ്? വൈദേശിക കടന്നുകയറ്റം, സായുധ വിപ്ലവം. ഈ കാരണങ്ങൾ നടന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കഴിയുക. എന്തൊക്കെല്ലാമാണ്? യുദ്ധം, വൈദേശിക കടന്നുകയറ്റം അഥവാ എക്സ്റ്റേണൽ അഗ്രഷൻ, സായുധ വിപ്ലവം അഥവാ ആംഡ് റിബീലിയൻ. ഈ 3 കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പ്രഖ്യാപിക്കാം? ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് പ്രഖ്യാപിക്കാം? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇനി എന്താണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയും. ഇതെന്താണ്? ആർട്ടിക്കിൾ 356 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. പ്രസിഡൻഷ്യൽ അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്നത്. അതായത്
ഒരു അതായത് ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ സംസ്ഥാനം എന്താണ് ഭരണഘടനയുടെ എന്തെങ്കിലും ലംഘിക്കുകയോ ഒക്കെ ചെയ്യുന്ന പക്ഷം ആ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടുകൊണ്ട് അവിടെ കേന്ദ്രഭരണം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഭരണം ഏർപ്പെടുത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 356 എന്തിനെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് മൂന്നാമത്തേത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട് ചില അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്നതിനായിട്ട് ഗവൺമെന്റിന് കഴിയും. ആർട്ടിക്കിൾ 360 അതിനെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 360. അപ്പൊ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അടിയന്തരാവസ്ഥയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. എന്നാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇത്രയും പോയിന്റുകൾ മാത്രമല്ല നമുക്ക് PSCക്ക് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ എടുക്കും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 16ാമത്തെ സവിശേഷ സ്വഭാവമാണ് എന്താന്ന് പറയുന്നത്? ത്രിതല ഭരണ സംവിധാനം, 3 ടയർ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷ സ്വഭാവമാണ് ത്രിതല ഭരണ സംവിധാനം, 3 ടയർ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് 3 ടയർ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഏറ്റവും മുകളിൽ എന്താണ്? യൂണിയൻ ഗവൺമെന്റ്. അതിന് കീഴിലായി വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് സംസ്ഥാന ഭരണം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ. അതിന് താഴെയായിട്ട് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെയുള്ള എന്താണ് തദ്ദേശ സ്ഥലങ്ങളിൽ സ്വയംഭരണം നടത്തുന്ന സ്ഥാപനങ്ങൾ. ഇങ്ങനെയുള്ളതാണ് അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയും. അതായത് ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണ സംവിധാനം നടക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്രിതല ഭരണ സംവിധാനം. അതായത് നോക്കുക, മുകളിലൊരു യൂണിയൻ ഗവൺമെന്റ്, അതിന് കീഴിലായിട്ട് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന് കീഴിലായിട്ട് എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നോക്കുക, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിന്റെ ഡിവിഷനാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. ഇനി നോക്കുക, ഈ പറയുന്ന നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നോ ഇന്ത്യയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്? അല്ല. എന്താണ്? ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം എന്തെല്ലാം മാത്രം ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ? യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നത് എന്നാണ്? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നത് 73, 74 ഭരണഘടനാ ഭേദഗതികൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെയാണ്. എന്താ? മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന ത്രിതല ഭരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷമായിട്ടുള്ള സ്വഭാവമായിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 17ാമത്തെ എന്താണ് സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അഥവാ പാർട്ട് 9B എന്തെന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത്. ഭാഗം എന്താണ്? 9B ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിൽ ആർട്ടിക്കിൾ 43B എവിടെയാണ്? DPSP അതായത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. നമ്മൾ എന്താണ് മലയാളത്തിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. നമ്മളിത് പഠിച്ചതാണ്. ഈ നിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ 43
ബിയിലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഈ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? സ്റ്റേറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി 43B ഉൾപ്പെടുത്തിയിരുന്ന എന്താണ്? ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ അത് രൂപീകരിക്കുന്നതിനുള്ള ഒരു പൗരന്റെ അവകാശം എന്ത് ചെയ്തു? മൗലിക അവകാശമാക്കി മാറ്റി. അതെന്താണ്? 2011 93 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം ഒരു പൗരന്റെ അവകാശം എന്താക്കി മാറ്റി? മൗലിക അവകാശമാക്കി മാറ്റി. ഇതെവിടെയാണ്? ഭാഗം 3 എവിടെയാണ്? ആർട്ടിക്കിൾ 19(1)(c) ഇത് പറയുന്നത്. എവിടെയാണ്? എന്താ? സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റി. എവിടെയാണ്? ആർട്ടിക്കിൾ 19(1)(c) ഭാഗം 3 അപ്പൊ എന്താണ്? സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എവിടെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? 9B നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 43B എന്തിനെ കുറിച്ച് പറയുന്നത്? സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിനെ പിൻപറ്റിക്കൊണ്ട് 2011 93 ഭരണഘടനാ ഭേദഗതി പ്രകാരം സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് എന്താക്കി മാറ്റി? ഒരു പൗരന്റെ മൗലിക അവകാശമാക്കി മാറ്റി. ഒരു പൗരനെ അല്ലെങ്കിൽ പൗരന്മാരുടെ ഒരു കൂട്ടത്തിന് സഹകരണ സ്ഥാപനം രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? സ്റ്റേറ്റ് അതിനെ തടയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ആ പൗരന്മാർക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ കഴിയും. അങ്ങനെ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 19(1)(c) എന്ത് പറയുന്നത്? സഹകരണ സ്ഥാപനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൗരന്റെ മൗലിക അവകാശമാക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് സഹകരണ സ്ഥാപനങ്ങൾ അഥവാ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 1 മുതൽ 17 സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി മൗലിക നമ്മളുടെ സലിയന്റ് ഫീച്ചേഴ്സ്, അതായത് ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയവുമായിട്ട് വരുന്നതാണ് ആമുഖം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചായിരിക്കും. അപ്പോൾ ആമുഖവുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ പറയും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന സവിശേഷ സ്വഭാവങ്ങൾ എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക? ഇതുവരെ പഠിച്ച 17 പോയിന്റുകളും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.